ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. രാത്രിയാണ് എത്തിയത്. അപ്പോൾ ഇവിടെയുള്ള ബീച്ചിൻ്റെ കാഴ്ചകൾ, രാത്രി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി നമ്മൾ അധികം റോഡ് വീഡിയോ, മറ്റ് ഡെവലപ്മെൻറ്റ് വീഡിയോകളൊക്കെ ചെയ്യാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്രാ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ പല യാത്രകളിലും പല സ്ഥലങ്ങളിലൊക്കെ ഉള്ള കാഴ്ചകൾ ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പകൽ കാഴ്ചകൾക്ക് വന്നതാണ്. പക്ഷേ പകൽ കാഴ്ച ഇവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായി. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായൊരു ആംബിയൻസാണ് ബീച്ചിൻ്റെ ഈ നൈറ്റ് കാഴ്ച കാണാൻ. അപ്പോൾ നമുക്ക് നൈറ്റ് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫുട് പാത്ത് ഉണ്ട്. ഈ ഫുട് പാത്തിലൂടെ നടന്നു കാണാം. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തമ്പിലിന് പറഞ്ഞ പോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ രാത്രി വരുന്നവരാണെങ്കിൽ 7 മണി വരെ 8 മണി വരെയൊക്കെ ഇവിടുന്ന് ബോട്ടുള്ളൂ. ലാസ്റ്റ് ബോട്ട് പോകുന്നത് 7:30-ക്കാണ്. നമ്മുടെ ഈ ബോട്ട് എന്താ പറഞ്ഞാൽ, സോറി എനിക്ക് പറയാൻ കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോ ഇവിടുന്ന് ലാസ്റ്റ് 7:30 വരെയാണ്. പിന്നീടുള്ള ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളം മെറൈൻ ഡ്രൈവിലേക്ക് പോകുന്നത് ബോട്ട് 9:30 വരെയാണ്, പഴയ ബോട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബോട്ട് സർവീസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് സമയം നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിലൊക്കെ വരുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പെട്ടുപോകും. അപ്പോൾ ഓട്ടോ വിളിച്ചൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ബീച്ചിൽ വരുമ്പോൾ നല്ല ഫുട് പാത്ത് നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ട് ഫുട് പാത്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഫുട് പാത്തിലൂടെ ഇങ്ങനെ നമുക്ക് നല്ല ഫാമിലിയും അതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസാണ്. നല്ലൊരു വൈബായിരുന്നു. ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പോൾ നല്ലൊരു രസമായിരുന്നു. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഇതേപോലെ സ്ട്രീറ്റിൽ ഇതുപോലെ ഇങ്ങനെ കാണാം. നമുക്ക് പല സാധനങ്ങൾ വെച്ചത് കാണാം. ഇതൊരു ഷിപ്പിൻ്റെ നങ്കൂരാണെന്ന് തോന്നുന്നുണ്ട്. അതാണ് കാണുന്നത്. അതുപോലെയുള്ള പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റപ്പ് ചെയ്ത് വെച്ച് നല്ല മനോഹരമാക്കി വെച്ചതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ കാണുന്നത് എന്താ പറഞ്ഞാൽ, പല സാധനങ്ങൾ വിൽക്കുന്നത്, കച്ചവടക്കാർ, അങ്ങനെയുള്ള ഐസ്ക്രീം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതുപോലെയുള്ള ഒറ്റൊരു അടിപൊളിയായിട്ടുള്ള കാഴ്ച എന്താ പറയുക, മീനാണ്. മീൻ നമുക്ക് ഫ്രഷ് മീനായി ഇവിടുന്ന് കിട്ടും. നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇവിടുന്ന് തന്നെ പിടിക്കേണ്ട മീനായിരിക്കും. അപ്പം തന്നെ നമുക്ക് പൊരിച്ച് തരുന്ന പരിപാടിയൊക്കെ ഇവിടെ നിന്നുണ്ട്. വളരെ വില കുറവും ആണ് നമുക്ക് തോന്നും. നല്ല അടിപൊളി മീനുകളാണ്. എല്ലാ കൊഞ്ച്, അതേപോലെയുള്ള വലിയ വലിയ മീനുകളൊക്കെ കാണാം, ക്രാബൊക്കെ. അപ്പോൾ നമുക്ക് ഏത് മീനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് പൊരിച്ചൊക്കെ തരും. പിന്നെ ഇതേപോലെയുള്ള പല കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയ സമയത്ത് അപ്പോഴേക്കും ലൈറ്റായിരുന്നു. അപ്പോഴേക്കും അവിടെ അടച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, ഇത് ഇവിടെ 7:30 വരെയാണ് ഇവിടുത്തെ ബോട്ട് സർവീസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ വരണം. അതുവരേക്ക് സമയമുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് എറണാകുളം ഭാഗത്തേക്കൊക്കെ ഈ വാട്ടർ മെട്രോയിൽ പോകാം. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ 7:30 മുന്നേ വരണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യാൻ പിന്നെ പഴയ ബോട്ടുണ്ട്, ജങ്കാർ സർവീസ് എറണാകുളം ചെട്ടിയിലേക്ക്, അതിൽ കയറി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുക. അത് 9:30 വരെയാണുള്ളത്. അതും 9:30 വരെ കഴിഞ്ഞാൽ പിന്നെ അതും സ്റ്റോപ്പാകും. അപ്പോൾ അതിൻ്റെ മുന്നേയൊക്കെ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നല്ലൊരു ആംബിയൻസ് എന്താ പറഞ്ഞാൽ, വളരെ ഒരു സൗണ്ട് ഒന്നുമില്ലാതെ നല്ലൊരു അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര കടലിൽ നിന്നുള്ള തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. അപ്പോൾ ഈ ബീച്ചിലോട്ട് ഇങ്ങനെ നോക്കി ചെറിയ ബോട്ടുകൾ, അതുപോലെ കപ്പലൊക്കെ പോകുന്ന കാഴ്ച കാണാൻ നല്ലൊരു അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ബീച്ചിലൊക്കെ വരികയാണെങ്കിൽ രാത്രി എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ നോക്കണം. പകൽ മാത്രമല്ല, പകൽ എക്സ്പീരിയൻസ് അധികം ആളുകളും ചെയ്തിട്ടുണ്ടാകും, രാത്രി എക്സ്പീരിയൻസും കൂടെ ചെയ്യാം. അപ്പോൾ
ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ഒരു ലൈക്കും കൂടെ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.